പാലാ നഗരസഭയിൽ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം 21-ന് ചർച്ചയ്ക്കെടുക്കും. അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാട് നിർണായകമാണ്. ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് കൗൺസിലർമാരെ അനുനയിപ്പിക്കാൻ നേതൃത്വം ശ്രമം തുടരുകയാണ്. കോട്ടയത്ത് നിന്നും മിഥുൻ മുരളിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. മിഥുനെ, ഈ പാലയിൽ എന്താണ് സംഭവിക്കുന്നത്? ഭരണപ്രതിസന്ധി തുടരുകയാണ്. എങ്ങനെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിനുള്ള അടുത്ത നീക്കം? അശ്വതി, മിക്കവാറും പാലായിൽ എൻ ഡി സഖ്യം കാണേണ്ടി വരും. LDFും UDFും ഒന്നിക്കുന്ന കാഴ്ച പാലായിൽ നിന്നും കാണേണ്ടി വരും. LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ് കൗൺസിലർമാർ ഈ ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സണുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയിരുന്നു. അവർ പിന്തുണ പിൻവലിക്കുകയാണെന്ന് പരസ്യ പ്രതികരണവും നടത്തി. LDF ആണിപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസുകാരുടെ ആ അവിശ്വാസ പ്രമേയത്തിനുള്ള പിന്തുണ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യം വരികയാണ്. LDF UDF ഒന്നിച്ചുകൊണ്ട് സ്വതന്ത്ര മുന്നണിക്കെതിരെയുള്ള ഒരു അവിശ്വാസ പ്രമേയം അവിടെ പാസ്സാക്കപ്പെടും എന്നുള്ളതാണ്. 3 പേര്, ബിനു പുളിക്കക്കണ്ടം, ബിനുവിൻ്റെ മകൾ ദിയ ബിനു പുളിക്കക്കണ്ടം, ബിനുവിൻ്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, 3 പേരടങ്ങുന്ന സ്വതന്ത്ര മുന്നണി UDFന് പിന്തുണയോടുകൂടിയാണ് അവിടെ ചെയർപേഴ്സണായി ദിയ ബിനു പുളിക്കക്കണ്ടം, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ അധികാര സ്ഥാനത്തുള്ളത്. ദിയ ബിനു പുളിക്കക്കണ്ടത്തെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ് കൗൺസിലർമാർ പരസ്യ പ്രതികരണം പിന്തുണ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസും രണ്ട് തട്ടിലാണ്. DCCക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കാൻ സാധിക്കാത്ത സാഹചര്യം. നേരത്തെ പല തവണ UDFും സ്വതന്ത്ര മുന്നണിയും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായപ്പോൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടും ഈ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് കൗൺസിലർമാരെ അനുനയിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണയും ഈ കോൺഗ്രസ് കൗൺസിലർമാർക്കുണ്ട്. അങ്ങനെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും കൗൺസിലർമാരും ഒരു വശത്തും ജില്ലാ കേരള സംസ്ഥാന നേതൃത്വം കോൺഗ്രസ് നേതൃത്വങ്ങൾ മറ്റൊരു തട്ടിലുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. രണ്ട് തട്ടിലായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ KPCC നേതൃത്വത്തിനാണ് ഈ പിന്തുണ പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇപ്പോൾ വിട്ടിരിക്കുന്നത്. KPCC നേതൃത്വം ഈ കാര്യത്തിൽ പാലാ നഗരസഭയ്ക്ക് പിന്തുണ പിൻവലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു വ്യക്തത വരുത്തിയിട്ടില്ല, നിലപാട് അറിയിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിലും പൊട്ടിത്തെറി നിൽക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. 21-ന് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കും. അങ്ങനെയാണെങ്കിൽ ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് പിന്തുണ പിൻവലിച്ചുകൊണ്ടുള്ള അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അങ്ങനെ കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണയ്ക്കുകയാണെങ്കിൽ പാലായിൽ കോൺഗ്രസും CPMും UDFും LDFും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ഇന്ത്യ സഖ്യം തത്വത്തിൽ അവിടെ പ്രാബല്യത്തിൽ വരികയാണ്. ശരി മിഥുൻ മുരളി, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും പാലാ നഗരസഭയിൽ വലിയൊരു ഭരണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത് LDFും കോൺഗ്രസും ഇടതുപക്ഷവും വലതുപക്ഷവും അവിടെ കൈകോർക്കുമോ എന്നാണ്.